സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. ഇടതുപക്ഷം പ്രചാരണ രംഗത്ത് സജീവമാകുമ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏറ്റവും വേഗത്തിലാക്കാനുള്ള നീക്കത്തിൽ കോൺഗ്രസും UDFും. കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒറ്റപ്പേരിലേക്ക് എത്തിയതായും വിവരം. കേരള കോൺഗ്രസിന്റെ നിയമസഭാ സ്ഥാനാർത്ഥികളെ നാളെ വൈകുന്നേരത്തോടെ പ്രഖ്യാപിക്കുമെന്ന് പാർട്ടി ചെയർമാൻ PJ ജോസഫ്. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്നും PJ ജോസഫ്. കുറത്തിക്കുടി ആദിവാസി ഉന്നതിയിലേക്ക് എത്തിയ KSRTC ബസിന്റെ സർവീസ് പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാക്കി ആദിവാസി ഉന്നതിയിലെ കുടുംബങ്ങൾ. ഇത് സംബന്ധിച്ച MLAയ്ക്കും ഉയർന്ന KSRTC ഉദ്യോഗസ്ഥർക്കും ആദിവാസി കുടുംബങ്ങൾ നിവേദനങ്ങൾ നൽകി. ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം. കൃഷിയിടത്തിൽ തമ്പടിച്ചിരുന്ന കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ട യുവാവിനെ തുമ്പിക്കൈക്ക് അടിച്ചു വീഴ്ത്തി. ഗുരുതരമായി പരിക്കേറ്റയാൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ചിന്നക്കനാൽ സിംഗുകണ്ടം കൊച്ചുതയ്യിൽ മധുവിനാണ് പരിക്കേറ്റത്. വിശദമായ വാർത്തകളിലേക്ക് എത്തുമ്പോൾ ഏറ്റവും ആദ്യമായി എത്തുന്നത് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് തന്നെയാണ്. ഇടതുപക്ഷമടക്കം പ്രചാരണ രംഗത്ത് സജീവമായി കഴിഞ്ഞിരിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ മറുഭാഗത്ത് നടന്നിരിക്കുന്നു. എന്തായിരുന്നാലും പോരാട്ടത്തിന്റെ ആരംഭം കുറിച്ചിരിക്കുന്നു. നോക്കാം പോരാട്ടം 2026. ഇടതുപക്ഷം പ്രചാരണ രംഗത്ത് സജീവമാകുമ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏറ്റവും വേഗത്തിലാക്കുന്നതിനുള്ള നീക്കത്തിലാണ് കോൺഗ്രസും UDFും. കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒറ്റപ്പേരിലേക്ക് എത്തിയതായിട്ടുള്ള വിവരവും വരുന്നുണ്ട്. എന്നാൽ ഉയർന്നു കേട്ട പല പേരുകളും വെട്ടിയും കൂട്ടിച്ചേർക്കലും ഒക്കെയായിട്ടാണ് ഇപ്പോൾ ഒറ്റപ്പേരിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരുന്നാലും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഷിനു വളകോട് നമ്മോടൊപ്പം ചേരുകയാണ്. ഷിനു, എന്തായി ഇടതുപക്ഷം ഒരു ഭാഗത്ത് പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഒരുപടി മുന്നിലെ ഇറങ്ങിയിരിക്കുന്നു അവർ കളത്തിലേക്ക്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDFിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതുവരെ ആയിട്ടില്ല. ഈ ഒറ്റപ്പേരിലേക്ക് എത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു വിവാദങ്ങളിലേക്കൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടാകുമോ? പലയിടത്തും ഉയർന്നു കേട്ട പേരുകൾ വെട്ടിയാണ് പുതിയ പേരുകൾ വന്നിരിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് ശേഷം ഇടതുപക്ഷം വളരെ സജീവമായി അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പോസ്റ്റർ പ്രചരണവും സ്ഥാനാർത്ഥി പര്യടനവും ഒക്കെ അവർ ആദ്യഘട്ടം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പീരുമേട് നിയോജക മണ്ഡലത്തിൽ അവിടെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന K. സലീംകുമാർ ആദ്യഘട്ട സ്ഥാനാർത്ഥി പര്യടനം ആരംഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇന്നലെ വോട്ടർമാരെ നേരിൽ കണ്ട് അവർ വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ UDFിലും മിക്ക മണ്ഡലങ്ങളിൽ അവർ ഒറ്റ പേരിലേക്ക് എത്തിച്ചേർന്നുവെന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. പീരുമേട്ടിൽ സിറിയക് തോമസും ഇടുക്കി നിയോജക മണ്ഡലത്തിൽ കേരള കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും കോൺഗ്രസ് സീറ്റ് എടുക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീ ജോയ് വെട്ടിക്കുഴിയാണ് അവിടെ സ്ഥാനാർത്ഥിയെ വരുന്നതെന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ദേവികുളത്തും അവർ ഒറ്റ പേരിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്നാൽ ഉടുമ്പൻചോലയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഉയർന്ന പേരിനൊക്കെ പുറമെ I ഗ്രൂപ്പിൽപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന ഒരു വനിതാ സ്ഥാനാർത്ഥി കടന്നു വരുമെന്നാണ് അവസാന നിമിഷം നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 10 വർഷങ്ങളായി നഷ്ടപ്പെട്ടു പോയ ഭരണം ഏത് വിധേനയും ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തി തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് UDF. അത്തരത്തിലാണ്. എന്തായിരുന്നാലും പല പേരുകളും വെട്ടിയിട്ടുണ്ട്. ഇടുക്കിയിലും ഉടുമ്പൻചോലയിലും ഒക്കെ ചില നീക്കങ്ങൾ നടക്കും എന്നുള്ള സൂചനകളാണ് ഷിനു വളകോട് നൽകിയത്. നന്ദി ഷിനു. മറ്റു വാർത്തകളിലേക്ക് നോക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ഇടുക്കിയിൽ ഇടത് സ്ഥാനാർത്ഥികൾ കളം നിറയുകയാണ്. ജില്ലയിലെ CPIയുടെ ഏക മണ്ഡലമായ പീരുമേട് നിലനിർത്തുവാൻ ഒരുപടി മുന്നേ പ്രചാരണ രംഗത്ത് സജീവമായിരിക്കുകയാണ് ഇടത് സ്ഥാനാർത്ഥി K. സലീംകുമാർ. ജില്ലയിൽ ഇടതുപക്ഷം ഏറ്റവും ആദ്യം പ്രചാരണം ആരംഭിച്ചതും പീരുമേട്ടിലാണ്. വാഴൂർ സോമന്റെ പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ച മുൻ MLA ES ബിജിമോൾ തന്നെയാണ് ഇത്തവണയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വമായി നിൽക്കുന്നത്. പതിറ്റാണ്ടുകളായി ഇടതിന്റെ ഇളകാത്ത കോട്ടയായി CPI നിലനിർത്തുന്ന മണ്ഡലമാണ് പീരുമേട്. CPIയുടെ മുതിർന്ന നേതാവ് CA കുര്യൻ മുതലുള്ളവരെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച മണ്ഡലം. 2006 മുതൽ ഒരു തവണ പോലും ഇടതുപക്ഷത്ത് നിന്ന് മാറി ചിന്തിച്ചിട്ടില്ലാത്ത മണ്ഡലം. ഏറ്റവും ഒടുവിൽ 2021 വാഴൂർ സോമനെയും തോട്ടം മേഖല ചേർത്ത് നിർത്തി. എന്നാൽ വാഴൂരിന്റെ അപ്രതീക്ഷിത വിടപറച്ചലിന് ശേഷം ആരെന്ന ചോദ്യമുയർന്നപ്പോൾ K. സലീംകുമാർ എന്ന ഒറ്റ പേരിലേക്ക് എത്തി. കേരളത്തിൽ ഏറ്റവും ആദ്യം പ്രചാരണം തുടങ്ങിയ മണ്ഡലമായി പീരുമേട് മാറിക്കഴിഞ്ഞു. LDF കൺവീനർ, ട്രേഡ് യൂണിയൻ നേതാവ്, CPI ജില്ലാ സെക്രട്ടറി എന്നീ നിലകളിലെല്ലാം ജില്ലയിൽ ശ്രദ്ധേയമായ മുഖം. ഇപ്പോൾ പ്രചാരണ രംഗത്ത് മുന്നേറുമ്പോൾ അതിന് ചുക്കാൻ പിടിക്കുന്നതും
വാഴൂര് മത്സരിച്ചപ്പോഴും രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനഞ്ഞ് കരുനീക്കങ്ങൾ നടത്തിയ മുൻ MLA ES ബിജിമോൾ തന്നെ. ഗ്രാമങ്ങളും തോട്ടം മേഖലയെയും കേന്ദ്രീകരിച്ച് പ്രചാരണം തകൃതിയായി നടക്കുന്നു. പക്ഷേ മണ്ഡലത്തിന്റെ വികസന തുടർച്ചയ്ക്ക് തുടങ്ങിവെച്ച വികസനങ്ങൾ പൂർത്തീകരിക്കുവാനും പുതിയ വികസന പ്രവർത്തനങ്ങൾ ടൂറിസം മേഖലയിൽ അടക്കം കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുക. വിശേഷിച്ചും ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി അരുവാൾ നെൽക്കതിർ ചിഹ്നത്തിൽ മത്സരിക്കുന്ന എനിക്ക് മണ്ഡലത്തിലെ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി എന്നെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതേസമയം ഇടതുപക്ഷം പീരിമേട്ടിൽ ആവേശത്തോടെ പ്രചാരണ രംഗത്ത് സജീവമാകുമ്പോഴും UDFും NDAയും സ്ഥാനാർത്ഥികൾ ആരെന്നതിൽ വ്യക്തത വരുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ഒറ്റപ്പേരിലേക്കെത്താൻ കോൺഗ്രസ് ഇനിയും കടമ്പകളേറെ കടക്കേണ്ടി വരുമെന്നതാണ് വിവരം. ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതും ഇടതുപക്ഷത്തിന്റെ കൂട്ടായ പ്രവർത്തനവും ഇത്തവണ മണ്ഡലം നിലനിർത്താൻ സഹായകരമാകുമെന്ന പ്രതീക്ഷയാണ് ഇടത് ക്യാമ്പ് പങ്കുവയ്ക്കുന്നത്. സിറ്റി വിഷൻ, പീരുമേട്. കേരള കോൺഗ്രസിന്റെ നിയമസഭാ സ്ഥാനാർത്ഥികളെ നാളെ വൈകുന്നേരത്തോടെ പ്രഖ്യാപിക്കുമെന്ന പാർട്ടി ചെയർമാൻ PJ ജോസഫ്. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നിലവിൽ കൈവശമുള്ള 10 സീറ്റുകളും നൽകണമെന്ന ഇന്നലെ നടന്ന ചർച്ചയിൽ പാർട്ടി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ഇടുക്കി സീറ്റ് വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ ചില പ്രയാസങ്ങളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എങ്കിലും മുന്നണി മര്യാദകൾ പാലിച്ച ഇടുക്കി ഉൾപ്പെടെ സീറ്റുകൾ വിട്ടു നൽകുകയും തയ്യാറായേക്കുമെന്ന സൂചനയും അദ്ദേഹം നൽകുന്നുണ്ട്. നാളെ വൈകുന്നേരത്തോടെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപമാകുമെന്നും PJ ജോസഫ് പ്രതികരിച്ചു. പ്രതികരണം കേൾക്കാം. ഇടുക്കിയുടെ കാര്യത്തിൽ ചോദിച്ചിട്ടുണ്ടോ കോൺഗ്രസോ UDFോ ഇടുക്കി സീറ്റിന്റെ കാര്യത്തിൽ? ചോദിച്ചിട്ടുണ്ടോ? ഇടുക്കി വിട്ടുകൊണ്ടൊരു സഹകരണത്തിന് തയ്യാറാണോ? നമ്മൾ മാനസികമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കർഷക പാർട്ടിയാണല്ലോ. ഇടുക്കി പോലെയുള്ള ഒരു മണ്ഡലം വിട്ടുകൊടുക്കുക എന്നത് സംബന്ധിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസിന് ഒരു വൈകാരികമായിട്ടുള്ള ഒരു കാര്യമല്ലേ? പ്രയാസമുണ്ട്. പിന്നെ മുന്നണിയായതുകൊണ്ട് ചർച്ചയിൽ നാളെ അവസാനമായിട്ട് ഈ ഏത് ഘട്ടത്തിലാണ് ഇപ്പൊ ചർച്ച എത്തി നിൽക്കുന്നത്? കാരണം ഇന്നലെ പ്രതിപക്ഷ നേതാവായിട്ട് അങ്ങ് സംസാരിച്ചു. അതിന്റെ ഒരു നിലവിലൊരു പ്രോഗ്രസ് ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്? അതിനെപ്പറ്റിയുള്ള റിസൾട്ട് വൈകുന്നേരം നാളെ കിട്ടും. ഈ തുടർ ചർച്ചകളുണ്ടോ ഈ സീറ്റ് സംബന്ധിച്ച്, വിട്ടുവീഴ്ച സംബന്ധിച്ച് പാർട്ടിക്കകത്ത്? ഇതുവരെയും തീരുമാനമായില്ല, സസ്പെൻസ് ആയിട്ട് നിൽക്കുകയാണ്. എല്ലാവരും കൂടെ ഒന്നിച്ച് സാറെന്തായാലും മത്സരരംഗത്ത് ഉണ്ടാവില്ലേ? നാളെ തന്നെ എല്ലാം നാളെ ഫൈനലാവത്തില്ലേ സാർ? നാളെ തന്നെ ഫൈനലാവത്തില്ലേ? കേരള കോൺഗ്രസിന്റെ ഒരു പ്രഖ്യാപനമായിട്ട് എവിടെയായിരിക്കും സാർ സ്ഥാനാർത്ഥി പ്രഖ്യാപനം? എവിടെ വെച്ചായിരിക്കും? കോട്ടയത്തായിരിക്കും. നാളെ ഉണ്ടാവും. നാളെ ഉണ്ടാവും. വൈകുന്നേരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞതോടെ ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. LDF സ്ഥാനാർത്ഥിയായ KK ജയചന്ദ്രൻ വിവിധയിടങ്ങളിൽ റോഡ് ഷോ അടക്കം സംഘടിപ്പിച്ചു കഴിഞ്ഞു. ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ഉടുമ്പൻചോല ഇടത് സ്ഥാനാർത്ഥി KK ജയചന്ദ്രൻ മണ്ഡലത്തിൽ പ്രചാരണം സജീവമാക്കി. രാജകുമാരി പഞ്ചായത്തിൽ റോഡ് ഷോയോടെയാണ് ജയചന്ദ്രൻ പ്രചാരണം ആരംഭിച്ചത്. രാജകുമാരി, കുരുവിള സിറ്റി, മുരിക്കുംതൊട്ടി, രാജകുമാരി നോർത്ത്, നടുമറ്റം എന്നിവിടങ്ങളിലാണ് പ്രചാരണത്തിന്റെ ആദ്യഘട്ട റോഡ് ഷോ നടത്തിയത്. പ്രചാരണത്തിന് മുന്നോടിയായി രാജകുമാരിയിൽ CPIM പ്രവർത്തക യോഗവും സംഘടിപ്പിച്ചു. CPIM രാജാക്കാട് ഏരിയ കമ്മിറ്റി അംഗം P രവി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സുമാ സുരേന്ദ്രൻ, MN ഹരിക്കുട്ടൻ, KK തങ്കച്ചൻ, KG സിജു, AP റോയ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് CPIM നേതാക്കളായ S മുരുകൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ഈശ്വരൻ, AP റോയ്, P രാജാറാം തുടങ്ങിയവർ പൊന്നാടി അണിയിച്ച സ്ഥാനാർത്ഥിയെ വരവേറ്റു. സിറ്റി വിഷൻ, രാജകുമാരി. കുറത്തിക്കുടി ആദിവാസി ഉന്നതിയിലേക്ക് എത്തിയ KSRTC ബസിന്റെ സർവീസ് പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാക്കി ആദിവാസി ഉന്നതിയിലെ കുടുംബങ്ങൾ. ഇതു സംബന്ധിച്ച് അഡ്വക്കേറ്റ് A രാജ MLAക്കും ഉയർന്ന KSRTC ഉദ്യോഗസ്ഥർക്കുമടക്കം ആദിവാസി കുടുംബങ്ങൾ നിവേദനം സമർപ്പിച്ചു. വെള്ളിയാഴ്ചയായിരുന്നു കുറത്തിക്കുടിയിലേക്ക് ആദ്യമായി KSRTC ബസ് സർവീസ് നടത്തിയത്. ബസ് സർവീസ് പുനരാരംഭിച്ചില്ലെങ്കിൽ ഉന്നതി നിവാസികൾ വീണ്ടും സമരത്തിലേക്ക് എത്തുമെന്നാണ് സൂചന. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ആദ്യമായി കുറത്തിക്കുടി ആദിവാസി ഉന്നതിയിലേക്ക് ഒരു KSRTC ബസ് എത്തിയത്.
എന്നാൽ ബസിന്റേത് ട്രയൽ റണ്ണാണെന്ന് വിശദീകരിച്ച് ഞായറാഴ്ച ബസ് ഉന്നതിയിലേക്ക് എത്തിയില്ല. ഇതോടെയാണ് കുറത്തിക്കുടിയിലേക്ക് എത്തിയ ബസ് സർവീസ് പുനരാരംഭിക്കണമെന്ന ആവശ്യവുമായി ഉന്നതിയിലെ കുടുംബങ്ങൾ രംഗത്ത് വന്നിട്ടുള്ളത്. ഇന്നലെ നമ്മുടെ KSRTC ബസ് ഒരെണ്ണം നമ്മുടെ കുറത്തുകുടിക്ക് യാത്ര അനുവദിച്ചതായിട്ടും നമ്മുടെ മന്ത്രിമാരുൾപ്പെടെ എല്ലാവരും നമ്മുടെ MLA രാജ ഉൾപ്പെടെ നമ്മുടെ എല്ലാവരും നമ്മൾ പല ആൾക്കും എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും പല നിവേദനങ്ങൾ കൊടുക്കുകയും എല്ലാവർക്കും കൊടുക്കുകയും ചെയ്ത് നമുക്ക് ഒരു ബസ് റൂട്ട് ഏറ്റവും ഭയങ്കരമായ ദുരിതമായ ഞങ്ങളുടെ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീപ്പിന് 3500 രൂപ കൊടുത്ത് വണ്ടി വിളിക്കുകയും ഞങ്ങൾ അടിമാലി യാത്ര ചെയ്യുകയും ഒക്കെ ആയിരുന്നു. ഭയങ്കര ദുരിതമൊക്കെ ആയിരുന്നു. ബസ് സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് A. രാജ MLAയ്ക്കും ഉയർന്ന KSRTC ഉദ്യോഗസ്ഥർക്കുമടക്കം ആദിവാസി കുടുംബങ്ങൾ നിവേദനങ്ങൾ സമർപ്പിച്ചു. വനം വകുപ്പിന്റെ തടസ്സവാദമാണ് ഉന്നതിയിലേക്ക് എത്തിയ ബസ് സർവീസ് നിലയ്ക്കാൻ കാരണമെന്നും ആദിവാസി കുടുംബങ്ങൾ ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസം കുറത്തുകുടിയിലോട്ടൊരു KSRTC ബസ് സർവീസ് നടത്തുകയുണ്ടായി. എന്നാൽ ഞങ്ങളുടെ യാത്രയെ തടസ്സം ചെയ്യുന്ന രീതിയിലാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഉന്നതിയിൽ നിന്ന് ഞങ്ങൾക്ക് അടിമാലി അല്ലെങ്കിൽ മാങ്കുളം കോതമംഗലം എന്നീയിടങ്ങളിലേക്കൊക്കെ ചെല്ലണമെങ്കിൽ ഭീമമായ വാഹന തുക കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ പുറം ലോകവുമായി ബന്ധപ്പെടുന്നത്. എന്നാൽ ഇതിനെല്ലാം ഒരു മാറ്റം വരണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു ബസ് സർവീസ് ആവശ്യമാണ്. ഏറെ നാളത്തെ ആവശ്യങ്ങൾക്കും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന സമരത്തിനും ശേഷമായിരുന്നു വെള്ളിയാഴ്ച കുറത്തിക്കുടിയിലേക്ക് KSRTC ബസ് എത്തിയത്. ബസ് സർവീസ് പുനരാരംഭിച്ചില്ലെങ്കിൽ ഉന്നതി നിവാസികൾ വീണ്ടും സമരത്തിലേക്ക് ഇറങ്ങുമെന്നാണ് സൂചന. സിറ്റി വിഷൻ, അടിമാലി. ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാനയാക്രമണം. കൃഷിയിടത്തിൽ തമ്പടിച്ചിരുന്ന കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ട യുവാവിനെ തുമ്പിക്കൈക്ക് അടിച്ചു വീഴ്ത്തി. ഗുരുതരമായി പരിക്കേറ്റയാൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ചിന്നക്കനാൽ സിംഗുകണ്ടം കൊച്ചുതയ്യിൽ മധുവിനാണ് പരിക്കേറ്റത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും RRT സംഘവും എത്തി കാട്ടാനയെ തുരത്തി. വേനൽ കടുത്തതോടെ ചിന്നക്കനാൽ സിംഗുകണ്ടം മേഖലകളിൽ വീണ്ടും കാട്ടാന ശല്യം രൂക്ഷമാവുകയാണ്. കൃഷിയിടത്തിൽ മറഞ്ഞു നിന്ന കാട്ടാന തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീഴ്ത്തി യുവാവ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കൊച്ചുതയ്യിൽ മധുവിനാണ് പരിക്കേറ്റത്. മുഖത്തും നെഞ്ചിനും കാലുകൾക്കും പരിക്കേറ്റ മധു രാജാക്കാട് മെഡിക്കൽ സെന്ററിൽ ചികിത്സയിലാണ്. മേഖലയിൽ കാട്ടാന ഇറങ്ങിയത് അറിയാതെ കൃഷിയിടത്തിലേക്ക് എത്തിയപ്പോഴാണ് കാട്ടാനയെ ആക്രമിച്ചത്. വേലിക്കരികിൽ നിന്ന കാട്ടാന പെട്ടെന്ന് ആക്രമിക്കുകയായിരുന്നു. ആന നമ്മുടെ പറമ്പിൽ നിന്ന് പറഞ്ഞ പെങ്ങൾ വിളിച്ചു. അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആന താഴത്തോട്ട് ഇറങ്ങിപ്പോയെന്ന് അളിയൻ പറഞ്ഞു. അളിയനും ഉണ്ടായിരുന്നു. നമ്മുടെ അതിരെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആന സൈഡിൽ നിൽക്കുകയായിരുന്നു. ആന തൊട്ടടുത്ത് ഇങ്ങനെ എണ്ണ നിൽക്കുന്നത് അത്ര അടുത്തായി പോയി കഴിഞ്ഞാൽ ആന എണ്ണെന്നുള്ളത് തിരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആന അടിച്ചു. ഞാൻ തെറിച്ച് സാരമായി പരിക്കുപറ്റിയ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ ചേർന്ന് മധുവിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. നാട്ടുകാർ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും RRT സംഘവും എത്തി ആനയെ തുരത്തി. മധുവിന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ നടപടികൾ വനംവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ടെന്നും വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ചിന്നക്കനാൽ മേഖലയിലെ കാട്ടാന ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്ന ആവശ്യവും ശക്തമാണ്. സിറ്റി വിഷൻ, രാജാക്കാട്. BJP രാജകുമാരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചു. രാജകുമാരി ടൗണിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് ഉദ്ഘാടനം ചെയ്തു. CHR മേഖലയിൽ പട്ടയം നൽകുന്നതിന് ഒരു നടപടിയും സ്വീകരിക്കാത്ത സർക്കാരാണ് ഇടതുപക്ഷ സർക്കാരെന്നും ജില്ലയിൽ നിന്നുള്ള മന്ത്രി റോഷി അഗസ്റ്റിനും CV വർഗീസും MM മണിയുമെല്ലാം നോക്കുകുത്തികളായി മാറിയിരുന്നുവെന്നും VC വർഗീസ് കുറ്റപ്പെടുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടാണ് BJP നേതൃത്വത്തിൽ പ്രാദേശികമായി നയവിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നത്. നയവിശദീകരണ യോഗങ്ങൾ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമാണ് BJP ഉന്നയിക്കുന്നത്. ഒപ്പം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യവും നയവിശദീകരണ യോഗങ്ങൾക്ക് പിന്നിലുണ്ട്. രാജകുമാരി ടൗണിൽ സംഘടിപ്പിച്ച യോഗം BJP ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ നിന്നുള്ള മന്ത്രി റോഷി അഗസ്റ്റിനും CV വർഗീസും MM മണിയുമെല്ലാം നോക്കുകുത്തികളായിരുന്നുവെന്നും VC വർഗീസ് കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ഒരു വർഷക്കാലം ഒരു വാക്ക് പോലും ഇല്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾക്കെതിരായിട്ട് നിന്ന, ഈ നാട്ടിൽ പട്ടയം കൊടുക്കുന്നതിനെതിരായിട്ട് നിന്ന സർക്കാരാണ് ഈ ഇടതുപക്ഷ സർക്കാർ. പ്രിയപ്പെട്ടവരെ, ഈ പിണറായി വിജയൻ സർക്കാർ ഇവിടെ കൊട്ടിഘോഷിക്കുന്ന റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ, ഉൾപ്പെടെയുള്ള ആൾക്കാർ, ശിവൻ KK ചരിത്രൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ, ശിവൻ TV ഉൾപ്പെടെയുള്ള ആൾക്കാർ എല്ലാം നോക്കുകുത്തികളായിരുന്നുകൊണ്ട് CHR ലേക്ക് പട്ടയം കൊടുക്കരുതെന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോ അതിനെതിരായിട്ട് നാളിതുവരെ കഴിയാത്തവരാണ് ഈ നാടിന്റെ ഇടതുപക്ഷ സർക്കാർ. രാജകുമാരി ടൗണിൽ നടന്ന യോഗത്തിൽ രതീഷ് കുരുവിള സിറ്റി അധ്യക്ഷത വഹിച്ചു. എൽദോ സ്വാഗതം ആശംസിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി K. കുമാർ മുഖ്യപ്രഭാഷണം നടത്തി.
നേതാക്കളായ KP അനീഷ, VS സജിമോൻ, അരുൺ അമ്പാടി, അനീഷ് കുമാർ K, ബാലൻ തെക്കേരിക്കൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ രാജകുമാരി. ചെറിയൊരിടവേള. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. പിന്നെ വാർത്തകളിലേക്ക്. പെരിയാർ ടൈഗർ റിസർവിന്റെ സംരക്ഷണയിൽ കഴിഞ്ഞ 6 വർഷമായി ഉണ്ടായിരുന്ന മംഗള കടുവയെ തൃശൂരിലെ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റുമ്പോൾ ഇതുവരെ മംഗളയെ സംരക്ഷിക്കാൻ വനംവകുപ്പ് ചിലവഴിച്ചത് 2.5 കോടിയിലധികം രൂപയാണ്. ചികിത്സാ സൗകര്യം കണക്കിലെടുത്താണ് കടുവയെ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റുന്നത് എന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം. 2020 നവംബറിൽ തേക്കടി റേഞ്ചിലെ മംഗളാദേവി ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്നുമാണ് 2 മാസം പ്രായമുള്ള പെൺകടുവക്കുട്ടിയെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ വനംവകുപ്പിന് കിട്ടിയത്. ഇടത്തേക്കാലിലെ ബലക്കുറവും കണ്ണുകളിലെ തിമിരവും കാരണം ഇര തേടുന്നതിന് ശേഷിയില്ലെന്ന് വിദഗ്ധ സമിതി വിലയിരുത്തി. തുടർന്ന് പ്രത്യേക സമിതിയുടെ നിർദ്ദേശപ്രകാരം കാടിന്റെ എല്ലാ സ്വാഭാവികതയും ഉറപ്പുവരുത്തിയ കൂട്ടിൽ സൂക്ഷിച്ചു വരികയായിരുന്നു. കൂട് നിർമ്മാണവും അറ്റകുറ്റപ്പണിയുമായി കഴിഞ്ഞ ജൂലൈ വരെ 37.94 ലക്ഷം രൂപ ചെലവാക്കി. ക്യാമറ ഉൾപ്പെടെ അത്യാധുനിക സംവിധാനത്തോടെയാണ് കൂട് നിർമ്മിച്ചത്. ഭക്ഷണത്തിനായി കഴിഞ്ഞ മെയ് 7 വരെ 13.28 ലക്ഷം രൂപ ചെലവാക്കി. ചികിത്സാ സൗകര്യം കൂടി കണക്കിലെടുത്താണ് തൃശൂരിലേക്ക് മാറ്റുന്നതെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം. ന്യൂസ് ഡെസ്ക്, സിറ്റി വിഷൻ. അടിമാലി ഗ്രാമപഞ്ചായത്തിനെതിരെ വിമർശനവുമായി BJP അടിമാലി മണ്ഡലം കമ്മിറ്റി രംഗത്ത്. അടിമാലി ടൗണിൽ ഉൾപ്പെടെ പഞ്ചായത്ത് പരിധിയിലാകെ തോന്നുംപടി മാലിന്യം വലിച്ചെറിയുന്ന സാഹചര്യം രൂപം കൊണ്ടെന്നും ഇക്കാര്യത്തിൽ പഞ്ചായത്ത് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്നുമാണ് BJPയുടെ ആരോപണം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി BJP നേതൃത്വം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. വിഷയത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ സമരത്തിലേക്ക് കടക്കുമെന്നും BJP നേതാക്കൾ പറഞ്ഞു. അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ മാലിന്യ പരിപാലനം താളം തെറ്റിയിരിക്കുന്നതാണെന്ന് BJP അടിമാലി മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. അലക്ഷ്യമായി പലയിടത്തും മാലിന്യം വലിച്ചെറിയപ്പെട്ടിട്ടും ഇതിനെതിരെ പഞ്ചായത്ത് വേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്ന് BJP ആരോപിക്കുന്നു. ടൗൺ പരിധിയിലെ ഓടകൾ പലതും മാലിന്യം നിറഞ്ഞ നിലയിലാണ്. ഇവിടെ നിന്നെല്ലാം ദുർഗന്ധം വമിക്കുന്ന സ്ഥിതിയുണ്ട്. കൈത്തോടുകളുടെ അവസ്ഥയും വിഭിന്നമല്ല. ഈ മാലിന്യമെല്ലാം ഒഴുകി നിരവധി ആളുകൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ദേവിയാർ പുഴയിലേക്കാണ് എത്തുന്നതെന്നും ഓടകളിലെയും കൈത്തോടുകളിലെയും മാലിന്യ നിക്ഷേപം തടയാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കുന്നില്ലെന്നും BJP മണ്ഡലം പ്രസിഡന്റ് അനീഷ് NS ആരോപിച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണം പാടെ താളം തെറ്റിയിരിക്കുകയാണ്. അടിമാലിയിലെ ഓടകളും ചെറുതോടുകളും മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഹോട്ടലുകളിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും വൻതോതിൽ മാലിന്യ നിക്ഷേപം തോട്ടിലേക്ക്, കാനകളിലേക്ക് നടത്തിയിരിക്കുന്നു. സെപ്റ്റിക് ടാങ്ക് വേസ്റ്റ് ഉൾപ്പെടെ ഓടകളിലേക്ക് നിക്ഷേപിച്ച് ഇത് ഒഴുകിയെത്തുന്നത് ദേവിയാർ പുഴയിലാണ്. ദേവിയാർ പുഴയിലെ ജലം നിരവധി ആളുകൾ കുടിക്കുവാനും കുളിക്കുവാനും നിരവധി ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്നതാണ്. ഇതുമൂലം പലവിധ പകർച്ചവ്യാധികളും അസുഖങ്ങളും പടരുവാൻ സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. പരിഹാരം കണ്ടെത്താത്ത മുറയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ പ്രക്ഷോഭ പരിപാടിയിലേക്ക് കടക്കുന്നതാണ്. മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും മാലിന്യ നിക്ഷേപം നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട
BJP അടിമാലി മണ്ഡലം കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. വിഷയത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ സമരത്തിലേക്ക് കടക്കുമെന്നും BJP നേതാക്കൾ പറഞ്ഞു. പഞ്ചായത്തിനെ മാലിന്യമുക്തമായി പരിപാലിക്കുവാൻ പഞ്ചായത്ത് ഭരണസമിതി ശ്രമിക്കുന്നില്ലെന്നും BJP കുറ്റപ്പെടുത്തി. സിറ്റി വിഷൻ അടിമാലി. തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നാട് നീങ്ങുമ്പോഴും അവഗണനയുടെ കയ്പുനീർ കുടിക്കുന്ന ഒരു ജനത ഇടുക്കിയിലുണ്ട്. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡിൽ ഉൾപ്പെടുന്ന ചെറുതോണി ഗാന്ധിനഗറിലെ 10ഓളം കുടുംബങ്ങളാണ് അധികൃതരുടെ അനാസ്ഥയിൽ മടുത്ത വോട്ട് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുന്നത്. വർഷങ്ങളായി ജനപ്രതിനിധികൾ നൽകുന്ന വാഗ്ദാനങ്ങൾ വെറും ജലരേഖകളായതോടെയാണ് ഈ കടുത്ത തീരുമാനത്തിലേക്ക് നാട്ടുകാരെത്തിയത്. പാതിരാത്രിക്ക് അന്ന് ആ കാലൊടിഞ്ഞ് ഇവരെ കൊണ്ട് ഞാൻ രാത്രി പിന്നെ അവരെ പോലീസുകാരെ 2018 പ്രളയത്തിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഗാന്ധിനഗർ കോളനിയിലെ വീടുകളുടെ മുറ്റത്തേക്ക് ടൺ കണക്കിന് മണ്ണും കല്ലുമാണ് ഒഴുകിയെത്തിയത്. അന്ന് ചില സന്നദ്ധ സംഘടനകൾ എത്തിയാണ് ഈ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തത്. എന്നാൽ സർക്കാർ തലത്തിൽ യാതൊരുവിധ ആനുകൂല്യങ്ങളും ലഭിച്ചില്ലെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. ഉരുൾപൊട്ടലിൽ പൂർണ്ണമായി തകർന്ന ഇവരുടെ ഏക യാത്രാമാർഗമായ വഴിയും ഇന്നും പുനർനിർമ്മിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഇവിടെ ഒരു ഭവനവും ഇല്ല. ഒരു മനുഷ്യ ഒരു വില്ലേജിൽ നിന്നാട്ടെ ഒരു ഓഫീസിൽ നിന്ന് ഒരു ആൾക്കാർ വന്നാൽ പോലും ഇവിടെ ഇറങ്ങി വരുന്നില്ല. ഞങ്ങളെ ആരും ഒന്ന് അന്വേഷിക്കുക. ഇവിടുത്തെ ഒരു കാര്യങ്ങൾ അവർ തിരക്കുന്നത്, അവർ റോഡിൽ കൂടെ പോയി അവര് അവിടെ എഴുതിയെടുക്കുന്നു. കുറച്ച് വേറെ ആരെങ്കിലും അവരുടെ കൂടെ കാണും, ഇവിടെയുള്ള റോഡ് സൈഡിലുള്ളവർ അവരുടെ കൂടെ നടന്ന് അവർ എഴുതിയെടുക്കുന്നു, അവർ പോകുന്നു. എന്നാൽ ഇവിടെ താഴെ ഇറങ്ങി വന്ന ഈ ജനങ്ങളുടെ അവസ്ഥ എന്താ? ഈ 10-15 വീട്ടുകാർ ഇവിടെ താമസിക്കുന്നു. അവർ ജീവനോടെ ഉണ്ടോ? അവർക്ക് ഇറങ്ങിപ്പോകാൻ ഒരു വഴിയുണ്ടോ? വെള്ളമുണ്ടോ? അത് വീടുണ്ടോ എന്ന് പോലും ഈ പ്രളയത്തിൽ പോയതാ ഇവിടെ എല്ലാം ഇടിഞ്ഞ്. നടന്നു പോകുവാൻ പോലും കഴിയാത്ത രീതിയിൽ തകർന്നു കിടക്കുന്ന പാതയിലൂടെയാണ് ഇവിടുത്തെ കുടുംബങ്ങളുടെ യാത്ര. പ്രായമായവരെയോ രോഗികളെയോ ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ കസേരയിലിരുത്തി ഈ ദുർഘട വഴിയിലൂടെ ചുമന്നു വേണം പ്രധാന റോഡിലെത്തിക്കാൻ. കഴിഞ്ഞ ദിവസം പോലും ഒരു വയോധികയെ ഇത്തരത്തിൽ ചുമന്നുകൊണ്ടാണ് ബന്ധുക്കൾ റോഡിലെത്തിച്ചത്. കൈവരികളില്ലാത്ത ഇടുങ്ങിയ വഴിയിലൂടെ നടക്കുമ്പോൾ കാലൊന്നു തെന്നിയാൽ 25 അടി താഴ്ചയിലേക്കാവും വീഴുക. ഇത്തരത്തിൽ വീണ് പരിക്കേറ്റ സംഭവങ്ങൾ പതിവാണെന്നും നാട്ടുകാർ പറയുന്നു. ഒരു വഴിയില്ലാതെ ഞങ്ങൾ ആകപ്പാടെ കിടന്ന് വിഷമിക്കും. ഞങ്ങൾ 3-4 വീട്ടുകാര് വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ഒരു ആശുപത്രി കേസിന് പോലും ഞങ്ങൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ. എന്റെ കാലൊടിഞ്ഞ് ഇപ്പോഴും ഇരിക്കുക. ഇതിന് കയറി മേളിലോട്ട് പോയത് 5-6 പേരുകൂടി വണ്ടി കയറ്റിയ കസേരയിൽ ഇരുത്തി 5-6 പേരുകൂടി എടുത്താൽ ഞങ്ങളെ കൊണ്ടുവരില്ല. ആ അവസ്ഥയിലാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. പ്രളയത്തിൽ തകർന്ന വീടുകൾക്ക് പകരം പുതിയ വീടുകൾ അനുവദിക്കുന്നതിൽ വലിയ അഴിമതി നടന്നതായും പ്രദേശവാസികൾ ആരോപിക്കുന്നു. വാസയോഗ്യമല്ലാത്ത വീടുകളിൽ കഴിയുന്ന അർഹരായ കുടുംബങ്ങളെ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കി. സ്വാധീനമുള്ള അനർഹർക്ക് പുതിയ വീടുകൾ നൽകിയെന്നാണ് ഇവരുടെ പ്രധാന പരാതി. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും രാഷ്ട്രീയക്കാർ വോട്ട് ചോദിച്ചെത്തുമെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഉറപ്പാക്കുവാൻ ആരും തയ്യാറാകുന്നില്ല. തങ്ങളുടെ ആവശ്യമായ വഴി ശരിയാകാതെയും സുരക്ഷിതമായ വീട് ഉറപ്പാക്കാതെയും ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് ഇല്ല എന്ന ഉറച്ച നിലപാടിലാണ് ഗാന്ധിനഗറിലെ 10ഓളം കുടുംബങ്ങൾ. സിറ്റി വിഷൻ ഇടുക്കി. ഇടുക്കി ഹൈറേഞ്ചിലെ കായിക പ്രേമികളുടെ വലിയ ആഘോഷമായി മാറിയ സേനാപതി വോളി 2K26 വോളിബോൾ ടൂർണമെന്റ് സമാപിച്ചു. ബിഷപ്പ് മോർ കോളേജ് മാവേലിക്കര വിജയ കിരീടം ചൂടി. ഇടിവെട്ട് സ്മാഷുകളും കൃത്യമായ ബ്ലോക്കുകളും കിടിലൻ സർവീസുകളും കൊണ്ട് മലയോരത്തെ കായിക പ്രേമികളെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ച മലർവാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വോളിബോൾ ടൂർണമെന്റിനാണ് സമാപനമായത്. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ 1-3 സെറ്റുകൾക്ക് ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുടിയെ പരാജയപ്പെടുത്തി ബിഷപ്പ് മൂർ കോളേജ് മാവേലിക്കര വിജയ കിരീടം ചൂടി. വിജയിച്ച ടീമിന് 5ഓളം എവറോളിംഗ് ട്രോഫിയും 55,555 രൂപയും, റണ്ണേഴ്സപ്പിന് 3ഓളം എവറോളിംഗ് ട്രോഫിയും 44,444 രൂപയുമാണ് സമ്മാനമായി ലഭിച്ചത്. എല്ലാ ദിവസവും സേനാപതിയിലെ ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തിയത് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള 100 കണക്കിന് കായിക പ്രേമികളാണ്. മലയോരത്തിന്റെ കായിക മാമാങ്കത്തിന് ഇത്തവണ സമാപനമായെങ്കിലും അടുത്ത ടൂർണമെന്റിനായുള്ള കാത്തിരിപ്പിലാണ് തങ്ങളെന്ന് കായിക പ്രേമികളും പറയുന്നു. സിറ്റി വിഷൻ സേനാപതി. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ
95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണ്ണഗ്രാമിന് 14,590 രൂപ, പവന് 1,16,720 രൂപ, വെള്ളി ഗ്രാമിന് 276 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടതുപക്ഷം പ്രചാരണ രംഗത്ത് സജീവമാകുമ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏറ്റവും വേഗത്തിലാക്കാനുള്ള നീക്കത്തിൽ കോൺഗ്രസും UDF-ഉം. കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒറ്റപ്പേരിലേക്ക് എത്തിയതായും വിവരം. കേരള കോൺഗ്രസിന്റെ നിയമസഭാ സ്ഥാനാർത്ഥികളെ നാളെ വൈകുന്നേരത്തോടെ പ്രഖ്യാപിക്കുമെന്ന് പാർട്ടി ചെയർമാൻ PJ ജോസഫ്. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്നും PJ ജോസഫ്. പുറത്തിക്കൂടി ആദിവാസി ഉന്നതിയിലേക്ക് എത്തിയ KSRTC ബസിന്റെ സർവീസ് പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാക്കി ആദിവാസി ഉന്നതിയിലെ കുടുംബങ്ങൾ. ഇത് സംബന്ധിച്ച MLA-ക്കും ഉയർന്ന KSRTC ഉദ്യോഗസ്ഥർക്കും ആദിവാസി കുടുംബങ്ങൾ നിവേദനങ്ങൾ നൽകി. ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം. കൃഷിയിടത്തിൽ തമ്പടിച്ചിരുന്ന കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ട യുവാവിനെ തുമ്പിക്കൈക്ക് അടിച്ചു വീഴ്ത്തി. ഗുരുതരമായി പരിക്കേറ്റയാൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ചിന്നക്കനാൽ സിംഗുകണ്ടം കൊച്ചുതയ്യിൽ മധുവിനാണ് പരിക്കേറ്റത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.